ഓ തന്നെയാടേ. എടേ എന്തൊക്കെ പറഞ്ഞാലും എന്നെ അവന് ഭയങ്കര പേടിയാണ്. ഞാൻ എന്ത് ചോദിച്ചാൽ അവൻ കറക്റ്റ് മറുപടി വരും. ആ ഡേ നീ ഫോൺ വെച്ചേര്, അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അണ്ണാ ഓ ശരി ശരി ശരി. ഞാൻ നിങ്ങളെ തേടി ഇടക്കായിരുന്നു. ഈ നാട്ടിൽ എന്തൊരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെയാണ് ആശ്രയിക്കണം. നമുക്ക് കുട്ടിക്കാലം തൊട്ടേ നിങ്ങളെ നമ്മളെ ഹീറോ. എടേ എന്തിനടാ കുട്ടാ, മക്കൾ പറയടാ, എന്നാ ശരിയാക്കാം. അണ്ണാ കടയാടി ബേബിയും കുന്നേ മൊത്തച്ഛനും കൂടെ ആനക്കാട്ടിൽ ഈ പച്ചനെ തേച്ചെന്ന് പറ്റിച്ചെന്ന് ചതിച്ചെന്ന്. ഡേയ് ആരടെ ഈ കടയാടി ബേബി? ലാല സിനിമയിലെ വില്ലേ. അണ്ണാ നിങ്ങളെ ഈ നാട്ടിൽ എല്ലാവർക്കും ഒത്തിരി പേടിയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചാലേ അവന്മാർ മറുപടി തരുള്ളൂ. ചോദിക്കാം. കടയാടി ബേബിയെ വിളി, കടയാടി ബേബിയെ വിളി. ഡേയ് കടയാടി ബേബിക്ക് പനിയായിട്ട് കിടക്കുകയാണ്, പൊള്ളണ പനി. പനിയായിട്ട് കിടക്കണം. കുന്നേ മത്തച്ഛനെ വിളിച്ച് ചോദിര്. ഡേയ് ഈ കുന്നേല് മത്തച്ഛൻ എന്നൊക്കെയാണ് പറയണത്. എടാ ആരടേ ഇത്? ലേലത്തിൽ അസീസാറ്. ഒട്ടും വയ്യടേ. മുഴുത്ത വട്ടാണ് അവ. എന്തൊരു പറഞ്ഞാലും സമ്മതിച്ചോട്. എന്തൊരു പറഞ്ഞു? ഡേയ് ഞാൻ മത്തച്ഛനെ വിളിച്ച്, പുള്ളി എടുത്തില്ല. പിന്നെ ഞാൻ ആനക്കാട്ടിൽ ഈപ്പച്ചനെ വിളിച്ച്, പുള്ളി മീനച്ചിലാറ് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. മൊബൈൽ നനയും, അക്കരെ എത്തിയിട്ട് തിരിച്ച് വിളിക്കാന്ന് പറഞ്ഞു. പോരെ അണ്ണാ എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട. ആനക്കാട്ട് ഈപ്പച്ചനെ അവന്മാർ കുത്തിയതല്ലേ, പിന്നെ എങ്ങനെ നിങ്ങൾ ഫോൺ വിളിച്ചപ്പോൾ എടുത്ത്? എടാ കുട്ടാ കുത്തിയടാ, ഒരു 5-6 കുത്തിയാ കിട്ടി. ഇതും കൊണ്ടല്ലേ അയാൾ മീനച്ചിലാറ് ചാടി രക്ഷപ്പെട്ടത്. അങ്ങേര് പാവമാണ്. ഈപ്പച്ചനെ എന്തൊരു ചതിച്ച്, എനിക്കത് അറിഞ്ഞേ പറ്റും. എടാ ഇപ്പൊ തന്നെ ചോദിക്കേടാ കുട്ടാ. അണ്ണാ വൈകുന്നേരത്തിനകത്ത് ഇതിൻ്റെ ഒരു തീരുമാനം, അല്ലെങ്കിൽ ഞാനും നിങ്ങൾ ഒറ്റ തെറ്റും. നിങ്ങളുടെ അടുത്തുള്ള ബഹുമാനമൊന്നും പിന്നെ കാണൂല. ഞാൻ കാര്യം പറയാം കേട്ടോ. വേണ്ട, എനിക്കെല്ലാം ഓർമ്മയുണ്ട്. വൈകുന്നേരം കടയാടി കുടുംബത്തിനെ വിളിച്ച് നമുക്കെല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കാം. പോരെ വൈകുന്നേരത്തിനകത്തെല്ലാം അറിയാൻ പറ്റുമല്ലേ? എന്തിനാ കുത്തിയത്? ഓർമ്മിക്കാൻ വേണ്ടി തലക്കിട്ടി ഞാൻ ചുറ്റിയേക്കൊന്ന് തരണോ? അയ്യോ വേണ്ട, എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ഉറപ്പ് തന്നെയല്ല. അങ്ങനെ പറഞ്ഞാൽ മതിയാ? അണ്ണാ എന്തരായി? ഡേ ഇനി ഒന്നും പേടിക്കാനില്ല. നീ ഈ കടയാടി ബേബി ഒന്നും വിളിക്കാൻ നിൽക്കണ്ട. ഇതെല്ലാം ഞാൻ അറക്കൽ മാധവനുണ്ണി ഏൽപ്പിച്ചിട്ടുണ്ട്. പുള്ളി എല്ലാം ഡീൽ ചെയ്യും. പണ്ട് മമ്പറം ബാബയൊക്കെ ഇടിച്ച് എയറിലാക്കിയാണ്, അറിയാലോ എനക്ക്. എന്താ കുട്ടാ? ഇതിനപ്പുറം കടന്നാൽ മമ്പർ ആലിക്കുന്ന് സാഹിബിന്റെ മൂത്ത മോൻ ബാവയ്ക്ക് അനിയന്റെ ഖബറിന്റെ അടുത്ത് കുഴി മറ്റൊന്ന് വെട്ടേണ്ടി വരും. വള്ളുവമ്പരം കലന്ത് കുട്ടിയാച്ചാൽ ശിക്ഷണ തല്ലുപിടിയില്ല മാധവനുണ്ണി.